തലശ്ശേരി തുറമുഖ വികസനവും മത്സ്യ മാർക്കറ്റ് നിർമ്മാണവും ത്വരിതപ്പെടുത്തുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കും. സ്പീക്കർ എൻ ഷംസീറിന്റെ ചേംബറിൽ ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പുകൾ, മാരിടൈം ബോർഡ് എന്നിവയുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം. തലശ്ശേരി തുറമുഖ വികസനത്തിനായി കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കലും ചാലിൽ ഗോപാലപേട്ട ഫിഷ് മാർക്കറ്റ് നിർമ്മാണവുമായും ബന്ധപ്പെട്ട് സ്പീക്കർ എൻ ഷംസീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ വകുപ്പ് മേധാവികൾ പങ്കെടുത്തു. ഡ്രഡ്ജിംഗ് നടത്തി തലായ് തുറമുഖം ശരിയായ നിലയിൽ പ്രവർത്തിപ്പിക്കുന്നതിനും ഫിംഗർ പോർട്ടിൽ ബോട്ടുകൾ അടുപ്പിക്കുന്നതിനും അവിടെ ഹോൾസെയിൽ മാർക്കറ്റ് പ്രവർത്തിപ്പിക്കുന്നതിനും നടപടി സ്വീകരിക്കണമെന്ന് സ്പീക്കർ നിർദ്ദേശിച്ചു. കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സർവേ നടപടികൾ ഫെബ്രുവരി 20-ന് ആരംഭിക്കും. ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് അനധികൃത കയ്യേറ്റക്കാർക്ക് നോട്ടീസ് നൽകുന്നതിനും ആദ്യഘട്ടത്തിൽ അനധികൃതമായി കയ്യേറിയ കെട്ടിടങ്ങൾ ഒഴിപ്പിക്കുന്നതിനും നടപടി സ്വീകരിക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി. മത്സ്യമാർക്കറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അൺസർവേഡ് ലാൻഡിന് പെർമസീവ് സാങ്ഷൻ നൽകുന്നതിന് മത്സ്യബന്ധന വകുപ്പ് സെക്രട്ടറിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ അനുമതിയും നൽകും. സ്പീക്കറുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഓൺലൈനായും, ഫിഷറീസ് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി അബ്ദുൽ നാസർ, ഡയറക്ടർ സഫ്ന നസറുദ്ദീൻ, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ചീഫ് എഞ്ചിനീയർ മുഹമ്മദ് അൻസാരി തുടങ്ങി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.